പോണത്? കോലത്തെ കുടിയാൻ കൊച്ചുരാമൻ. എന്തേ? ഒന്നുമില്ല. തമ്പ്രാട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ കൊച്ചുരാമനെ? ഇത്രയ്ക്ക് അടുത്തങ്ങോട്ട് കണ്ടിട്ടില്ല. ഒത്ത ശരീരം അല്ലേ? ചെത്തുകാരനല്ലേ? അധ്വാനം. വാസ്തവം വാസ്തവം. കൊച്ചുവാവേ, മോനെ കൊച്ചുവാവേ. എന്താച്ചാ? എന്താ മോനെ? മോന് ഉത്സവത്തിന് പോകാനുള്ള ഉടുപ്പും നിക്കറും. അപ്പൊ എനിക്ക് ഉത്സവത്തിന് പോകാണ്ടേ? നനക്കുള്ളത് കൊണ്ടടി അതിനകത്ത്. നോക്കാൻ മേലെ. ഇത് എനിക്ക്, ഇതമ്മക്ക്. മോനെ ഇതൊന്ന് ഇടിച്ചേടി, ഞാനൊന്ന് കാണട്ടെ. അപ്പൊ ഞാനിട്ട് കാണാണ്ടേ? അത് ഞാൻ പിന്നെ കണ്ടോളാം. നീ ഇപ്പൊ മോന്റെ ഉടുപ്പൊന്ന് ഇടിച്ചു കൊടു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്ടി? എങ്ങനെ ഇരിക്കാനാണ്? കൊച്ചുവാവനെ പോലെ ഇരിക്കണ്. ഇവനെ കണ്ട ഇപ്പൊ എന്റെ മകനാണെന്ന് പറയുവാടി. പിന്നെ ഒരു വക കുന്നായ്മ വർത്താനവും കൊണ്ട് എന്റെ അടുത്ത് വരരുതും. ഇവൻ കൊച്ചുവാവയല്ലടി, ഇവനൊരു വലിയ വാവയാകും. നീ നോക്കിക്കോ. അല്ലടാ മോനെ? കൊച്ചുരാമനല്ലേ അത്? ആരെങ്കിലും ആയിക്കോട്ടെ, തമ്പുരാട്ടി നടന്നു വെക്കോളൂ. അവിടെ നിൽക്ക് തമ്പുരാട്ടി. അങ്ങോട്ട് നീങ്ങി നിൽക്ക് കൊച്ചുരാമ. തമ്പുരാട്ടിക്ക് പോണ്ടേ? തമ്പുരാട്ടിക്ക് പോകാനല്ലേ വഴി കിടക്കണത്. പൊക്കോ തമ്പുരാട്ടി. അപ്പോ തീണ്ടലും തൊടലും ഒന്നും ഇല്ലാണ്ടായി അല്ലേ? സാരമില്ല നാണിയെ, നമുക്ക് പോവാൻ വഴിയുണ്ടല്ലോ. അതുപോരെ. മാറണ്ട കേട്ടോ, അവിടെ തന്നെ നിന്നോളൂ. വന്നോളൂ. ശരി, കോലത്തേന്ന് പറഞ്ഞേക്കാം. നാണി വെറുതെ പറയണതാ, കോലത്ത് പറയില്ല കേട്ടോ. നടന്നു വന്നോളൂ നാണിയെ. ശിവ ശിവ, നാണിക്ക് ഇതൊന്നും മനസ്സിലാകണില്ലേ? എന്താ നാണിയെ? ഒന്നുമില്ല. നിർത്തൂ. അവളുടെ ഒരു കുട്ടിക്കളി കണ്ടില്ലേ? എന്താ മനോരമ നീ കാട്ടണത്? ലജ്ജയില്ലേ നിനക്ക്? നോക്കൂ, അവളുടെ ഒരു കളിക്കൂട്ടുകാര്. പൊക്കളോത്ത്. ആരും പോണ്ടോ, ഞാനിപ്പ വരാം. പൊക്കളൂ. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല വെച്ചാൽ കുറെ കഷ്ടമാണേ. ആളുകളോട് മിണ്ടിക്കൂടാ, തേണ്ടിക്കൂടാ, കുട്ടികളോടൊന്നിച്ച് കളിച്ചുകൂടാ. ഇനി എന്താണാവോ ഞാൻ ചെയ്യേണ്ടത്? തമ്പ്രാട്ടി ഒന്നും ചെയ്യണ്ട, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാ മതി. ഇരിക്കാൻ കഴിയണില്ല നാണിയെ. എന്ത് ചെയ്യണോന്നൊട്ടും നിശ്ചയമില്ല. അതെന്താ നാണി അങ്ങനെ? അതേ, തമ്പ്രാട്ടിയുടെ ഇപ്പോഴത്തെ പ്രായത്തിന്റേതാ. ആവും അല്ലേ? ഇരിക്കുമ്പോ തോന്നും നടക്കണമെന്ന്, നടക്കുമ്പോ തോന്നും ഓടണമെന്ന്, ഓടുമ്പോഴേക്കും വേണ്ട വേണ്ട, അങ്ങനെ ഓരോന്നും തോന്നും. അതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. ഓ, പറയാൻ കൊള്ളില്ലേ? മനോരമേ, ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല ശങ്കരപ്പിള്ളേ. അവളുടെ കുട്ടികൾ നന്നല്ല. ഉത്തരവ്
കൊച്ചേമ്പ്രാട്ടിയുടെ വേളിക്കാരെ ആലോചിച്ചാലോ എന്നൊരു. അതിന് ഈ കോലത്തിന്റെ അന്തസ്സിന് ചേർന്ന് വരണ്ടേ, അല്ലാണ്ട് എങ്ങനെയാ? അപ്പൊ പിന്നെ ആരെങ്കിലും വരണത് വരെ സംസ്കൃതം പഠിച്ചോട്ടെ, വെറുതെ നിൽക്കാണ്ട് കഴിയുമല്ലോ. സംസ്കൃതം കുറെ പഠിച്ചല്ലേ, ഇനി അവൾക്ക് പറ്റില്ല എന്നാ പറയണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്കിൽ പിന്നെ സംഗീതമാവാം. സംഗീതമാവാം, എന്താ ഉത്തരവ്? അതിനിപ്പോ ആരാ ഒരാള് വിദ്വാനായിരിക്കണം? ഉണ്ടല്ലോ, മഹാവിദ്വാൻ കല്യാണകൃഷ്ണ ഭാഗവതർ, ശുദ്ധ ബ്രാഹ്മണൻ. ശരി, ഏർപ്പാട് ചെയ്തോളൂ. മനോരമ എവിടെ? വന്നോളൂ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് സാക്ഷാൽ കല്യാണകൃഷ്ണ ഭാഗവതർ. നിന്നെ സംഗീതം പഠിപ്പിക്കാൻ വന്നതാ. കാലും മുഖം കഴുകിയോ? ഇല്ല. എങ്കിൽ വേഗം പോയി കാലും മുഖം കഴുകി വന്ന് ഈ ദക്ഷിണ ഇങ്ങോട്ട് കൊടുത്ത് ഭാഗവരെ തൊട്ട് വന്നിച്ചിട്ട് അവിടെ തുടങ്ങിക്കൊടുക. സമയം പാഴാക്കണ്ട, വേഗം പോയി വന്നോളൂ. വേഗം ചെന്നോട് തമ്പ്രാട്ടിയെ, സംഗീതം പഠിക്കണ്ടേ? എനിക്ക് പഠിക്കണ്ട. പാട്ട് പാടുന്നത് ഇഷ്ടമല്ലേ തമ്പ്രാട്ടിക്ക്? പാടുന്നത് ഇഷ്ടമൊക്കെയാ, പക്ഷേങ്കില് ആ കുരങ്ങിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എങ്ങനെയാ പഠിക്കുക? കുരങ്ങോ? അങ്ങനെ പറയല്ലേ, ദോഷം. കാണാൻ ഒരു ഭംഗിയില്ല. എങ്ങനെയാ മുഖത്ത് നോക്കിട്ടിരിക്കണത്? എവിടെ കഴിഞ്ഞില്ലേ? ദേ തമ്പുരാൻ വിളിക്കണു. അയ്യോ, കാലും മുഖം കഴുകിയിട്ടില്ല. എന്തിനാ കഴിയണത്? അല്ല, നിങ്ങ ആരെ ഓർത്തോണ്ടിരിക്കയാണ്? എന്നത് നിങ്ങൾക്കിത് എന്നാ പിണഞ്ഞ്? അല്ലടി, ഞാൻ ആ തമ്പിരാട്ടിയുടെ കാര്യം ഓർത്തോണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, നിങ്ങക്ക് ഏതാണ്ട് ആപത്ത് വരാൻ പോണെന്നാ എനിക്ക് തോന്നണത്. തമ്പുരാട്ടിനെ നിങ്ങ എന്തിനാ ഓർത്തോണ്ടിരിക്കണത്? തീണ്ടലുമില്ല, തൊടിയിലുമില്ല. ഇങ്ങനെയുണ്ടാ ഒരു തമ്പുരാട്ടി? ഫസ്റ്റ് ഒരു കഥയുണ്ട്. ഇത് വായിച്ചു കഴിയുമ്പോഴേക്ക് കോഴി പൊരിച്ചും ചപ്പാത്തിയും റെഡി. ചെന്തിന് വീണ ബാപ്പ പരപ്പുറത്ത്. എവിടെ പെരപ്പുറത്തിടോ. ബാപ്പ നിസ്കരിക്കാൻ വേണ്ടി കയ്യും കാലും കയറിയാൽ കെന്റിന്റെ അടുത്തേക്ക് പോയി.
കാല് വെച്ച് കെന്റിന്റെ അകത്തേക്ക് ബ്ലും, അതവിടെ കിടക്കുന്നു. ഒച്ചയും വിളിയൊക്കെ കേട്ട് ആളുകൾ ഓടി വന്നപ്പോ ബാപ്പ പെരപ്പുറത്തണോ. എന്റെ ദൈവമേ, അതെന്തൊരു സൂത്രം! നിങ്ങൾ സൂത്രവും മൂത്രവും തെരഞ്ഞെടുക്കണ്ട, നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി. അറിവില്ല ഞമ്മക്ക് ഈ ദുനിയാവിൽ കഴിഞ്ഞുവിടാൻ പറ്റുമോ? ഇത് വായിച്ചു കുറച്ച് അറിവുണ്ടാക്കി. എന്നാ ഇത് ഫ്രീ ആണോ? അല്ലോ, ഫ്രീയോ? അന്റെ മോളെ നമ്മൾ കെട്ടിക്കണം. ഫ്രീ ആരെ? എടോ, 1.75 കമ്പനി വില. അതിൽ 5 പൈസ ഞമ്മളെ കമ്മീഷൻ. അത് നമ്മൾ വിട്ടിക്കണേ. കഴിച്ച് 1.70 കൊടുത്താ ഒന്ന് വായിച്ചു നോക്ക്. നോക്കണോ? മാളതം. ഏതായാലും അതവിടെ തൂക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് ചൂടുള്ള ഓരോ ചായയും ബന്നുണ്ടാ. അപ്പം കോഴിയിറച്ചി ചപ്പാത്തിയും വേണ്ട? അതിനൊക്കെ വേറെ ആള് വരും മമ്മുക്ക. ഞങ്ങക്ക് ചായയും പണ്ണുണ്ടാ. തര മമ്മുക്ക. ആട്ടിന്റെ പിന്നോട്ടെ ബാപ്പ. ആ പിന്നെ മോളെ ഞാൻ കൂടുണ്ടല്ലോ. ആ എന്തേ മുതലാളി? എടോ, ഓ സാറ് എന്തോ ഇത് കൊള്ളാല്ലാടോ. മുതലാളി ഇങ്ങോട്ട് വന്നേ. ദിവസം എന്ത് വിറ്റുവരവുണ്ടാകും? അതോ ഞമ്മളെ പള്ളക്കടിക്കല്ലേ മുതലാളി കേട്ടോ. ഇതിന് വലിയ കച്ചവടമൊന്നും കിട്ടൂലെന്ന്. രാവിലെ തൊട്ടിച്ച് മോന്തി വരെ ഈ ദുനിയാവ് മൊയ്മ തള്ളിക്കൊണ്ട് നടന്നാല് എന്തെങ്കിലും 4.25 ഇതിൽ കിട്ടൂ. ഇപ്പൊ ആണെങ്കിൽ ഇതിലൊന്നും കിട്ടുന്നുമില്ല. നിങ്ങളിത് കണ്ടിട്ട് അവിടെ പോയി മാതിരി 10 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഞമ്മൾ പള്ള പട്ടിനായി പോവും. ഒന്ന് പറഞ്ഞു കൊടുക്കും സാഹിബേ, കൂടി ചെല്ലി. ഇപ്പൊ അവൻ പറഞ്ഞ നേരെ അല്ല തിന്നോളി. റഹ്മാനായ തമ്പുരാനെ നീ കാത്ത്. മുന്തിയ സാധനാണ്. അബൂജാഹിൽ കടപ്പുറത്തിറങ്ങി പോയി. ഭയങ്കര പുള്ളി തന്നെ. 5 പൈസ ആദായം കിട്ടുമെന്ന് കണ്ട കൊച്ചുവാ മുതലാളി വിടില്ല. അങ്ങനെയല്ലേ ഇക്കണ്ട പൈസ മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പൊ കൊച്ചുവാ മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണ്? കോടീശ്വരന്റെ കോടീശ്വരൻ കണ്ടാ തോന്നൂ. സ്വത്ത് സമ്പാദിക്കണമെന്ന് വാശി കയറിയിട്ട് പിന്നെ ചെയ്യാത്തൊന്നും ഇല്ലെന്ന ആളുകൾ പറയുന്നത്. എന്തെല്ലാം കഥകളാണ്. ആളുകൾ കഥകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെന്ന്. മൂപ്പരെ ബാപ്പാനെ വെട്ടിക്കൊന്ന കോവിലകം വരെ വിലക്ക് വാങ്ങിച്ച ആളാണ്. ആ കോവിലകത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പറയാതിരിക്കുകയാണ് ഭേദം. ആരാത്? രാഘവനല്ലേ? നിൽക്കൂ അവിടെ. അത്രയ്ക്ക് ധിക്കാരം കൊള്ളില്ലല്ലോ. നീ എന്താ കളിക്കുന്നോ? എന്താ നീ ധരിച്ചു വെച്ചിരിക്കണേ? മനുഷ്യനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചതിക്കേ. എത്ര പ്രാവശ്യമാന്ന് വെച്ചിട്ടാ ചതിക്കുക? അഹങ്കാരത്തിന് ഒരു അതിരില്ലേ? നീ ആരാ? സാക്ഷാൽ വടിവേലനോ? തനിക്കിത് എന്തിന്റെ കേടാ? താനോ? പിന്നെ ആരാ? ആനയോ? അത്രയ്ക്ക് അങ്ങോട്ട് വേണോ രാഘവ? എന്നെ വിളിച്ച എന്തിനാണെന്ന് പറ, എനിക്കങ്ങ് പോണം. പോലത്തെ തെങ്ങ് കയറാൻ വരാന്ന് പറഞ്ഞിട്ട്. എവിടെ കയറാനാ? ആകെ 5-8 തെങ്ങുണ്ട്. മാസത്തെ എത്ര പ്രാവശ്യം കയറണം? കേറാൻ വേറെ തെങ്ങില്ല രാഘവ. ആവശ്യമൊട്ട് തീരുന്നില്ല. അതെ, തെങ്ങിനോട് പറഞ്ഞാ മതി. എന്നോട് പറഞ്ഞിട്ട് എന്താ പുണ്യം? ആണ്ടിലും 365 ദിവസം കയറിയാലും പോലത്തെ തെങ്ങ് കയറി തീരില്ലായിരുന്നു. അതൊക്കെ പണ്ട്. വാസ്തവം. അശ്രീകരം. മുറ്റമടിക്കണ ചൂലുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കണ കണ്ടില്ലേ? ഞാൻ ഒളിച്ചു പിടിച്ചതല്ലേ. മൂട്ടിപ്പുറകെ വന്നിട്ട് എന്തിനാ നോക്കാൻ പോയത്? ഒളിച്ചു പിടിക്കണു. മുറ്റമടിക്കാൻ വരണ നേരം ഉച്ചയായി. ഇപ്പോഴെങ്കിലും വന്നല്ലോ.